ഡെസ്കിൽ ഒരു കോർണർ ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യത്തിന് കുറേ നാളായിട്ട് ഇന്ന് നമുക്കൊരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് കണ്ടാലോ. പിന്നെ ഇത് വലിയൊരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഒന്നും അല്ലട്ടോ, ജസ്റ്റ് നമ്മൾ അവിടുത്തെ ഒരു സാധനങ്ങളൊന്ന് മാറ്റണം, ക്ലീൻ ചെയ്യണം, അതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റുവാണ്. അങ്ങനെ ഓരോന്ന് എടുത്തു മാറ്റിയപ്പോഴേക്കും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ആ ഒരു കോർണറിൽ കേട്ടോ. കുറച്ച് ആളുകളായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ വാട്ടർ അതിൻ്റെ അകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ടേബിൾ ടോപ്പിൽ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണ്ട കേട്ടോ. അവിടെ ക്ലീൻ ചെയ്തപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കോർണറിലായിരുന്നു കുറച്ചും കൂടെ പൊടി കൂടുതൽ. അങ്ങനെ അവിടെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ ഈ വൈറ്റ് ടേബിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ. അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ എത്രത്തോളം പൊടി കിട്ടുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിലായില്ലേ. ഇനി നമ്മളൊരു ഗ്ലാസ് ക്ലീനറും കൂടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഒരു ടേബിൾ ടോപ്പിൽ മാത്രമായിട്ടാണ് ഞാൻ ഗ്ലാസ് ക്ലീനർ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. നേരത്തെ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ അത്രയും വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവസാനം ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്തായിരുന്നേ. കാരണം ആ ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ആ ഒരു മണം ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തേ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു മാറ്റിയ എല്ലാ സാധനങ്ങളും അതേപടി ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഡെസ്ക് ഡെക്കോറും പിന്നെ നമ്മുടെ ക്യൂട്ട് അലാറം ക്ലോക്കും ഒക്കെ ആയിട്ട് വെച്ചത്. പിന്നെ നമ്മൾ എടുത്തു മാറ്റിയ എല്ലാ സാധനങ്ങളും അതേപടി അങ്ങനെ എടുത്തു വെക്കുവാണ്. പിന്നെ നമ്മുടെ ഫ്ലവർ പോട്ടും. ഈ ഒരു ഫ്ലവർ പോട്ട് തന്നെ 3 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ചേർന്ന കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എപ്പോഴും ഞാൻ പർപ്പിൾ കളറായിട്ട് വെക്കാറ്, ഇപ്രാവശ്യം ഞാൻ ബ്ലൂ വയ്ക്കാന്നേ. പക്ഷെ നമ്മുടെ ഓരോ ക്രാഫ്റ്റിനും ഇതിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കട്ടെ ചേർച്ച. അങ്ങനെ ഈ ഒരു ഫ്ലവർ പോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ട്യൂലിപ്സും പോട്ടും ഇവിടെ വയ്ക്കുവാണേ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനം നമ്മളൊരു ഫ്ലവർ പോട്ടിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് ഫ്ലവർ പോട്ടും കൂടി അവിടെ വെക്കണ്ടേ. ശരിക്കും അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഫ്ലവർ പോട്ടാട്ടോ. പിന്നെ നമ്മുടെ ക്യൂട്ട് ടെഡി അവിടെ വെച്ച് കൊടുക്കണ്ടേ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലൈറ്റും ആ ഒരു സൈഡിലായിട്ട് വെക്കണ്ട കേട്ടോ. പിന്നെയും ചെറിയൊരു ഫ്ലവർ പോട്ടാണ് കേട്ടോ നമ്മളവിടെ വെക്കണത്. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു ക്യൂട്ട് സ്ട്രോബെറി ഡെസ്ക് ഡെക്കറായിട്ടോ അവിടെ വെക്കണേ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അവിടെ നല്ല വൃത്തിയായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.